സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ നാളുകളിൽ മനുഷ്യൻ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും പാപജീവിതത്തിനും അടിമയായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. പാപജീവിതത്തിൽ നിന്നും മനുഷ്യനെ നേടിയെടുക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ക്രിസ്തു. മനുഷ്യനെ ദൈവത്തോടുകൂടെ അടുപ്പിക്കേണ്ടതിനായി, മനുഷ്യൻ വിശുദ്ധനായി മാറേണ്ടതിനായും, മനുഷ്യൻ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനായും ദൈവം അവനെ ഒരുക്കിയിരിക്കുന്നു. അവൻ വീണ്ടും ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിനായി ദൈവം തന്റെ പുത്രനെ നൽകി. പുത്രനിലൂടെ തന്റെ സൃഷ്ടിയായ മനുഷ്യനെ വീണ്ടെടുക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാകും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കുന്നതിനായി നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ പറയപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 3:16. അപ്പോ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. അതിൻ്റെതായ പ്രാധാന്യത എന്താണ്? ആ പ്രാധാന്യതായ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുക, മനുഷ്യനെ അറിയുന്നവനായി മാറുക. പാപജീവിതത്തെ ഉപേക്ഷിക്കുവാൻ ദൈവം മനുഷ്യനോട് പ്രവാചകന്മാരുടെയും വിശുദ്ധ ബൈബിളിലൂടെയും ഉണർത്തിക്കുന്നതായി കാണാൻ കഴിയുന്നു. അപ്പൊ പാപജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമാണ്? അത് കൊലപാതകങ്ങൾ, പിടിച്ചുപറി, വ്യഭിചാരം, മദ്യപാനം, വെറിക്കൂത്തുകൾ, ഇങ്ങനെ മുതലായ അത് ജീവിതം മനുഷ്യരിൽ നിന്ന് മാറി മനുഷ്യനെ സ്നേഹിക്കുന്ന അനുഭവസ്ഥനായി മാറണം എന്ന്. ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവനാണ് ദൈവം. ആ വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തിന് നടുവിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. പ്രിയമുള്ളവരെ, സമൂഹമേ, ദേശമേ, ദേശനിവാസികളെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം തയ്യാറാകുകയാണ്. ലോകത്തിൽ അനവധി മതഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യന്റെ രക്ഷയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ യേശുക്രിസ്തുവിന്റെ പരമയാഗം എന്ന് പറയുന്നത് മനുഷ്യനെ വീണ്ടെടുക്കുവാനും മനുഷ്യനെ പാപമോചകനാക്കുവാനും പാപമോചകനാക്കുവാൻ അതിന്റെ പ്രായശ്ചിത്തമായി ദൈവം നൽകിയതാണ് യേശുക്രിസ്തു. 30 വയസ്സാകുന്ന സമയത്ത് അവൻ ദരിദ്രരോട് സുവിശേഷം അറിയിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്ന് സ്വർഗീയ ശബ്ദം, സ്വർഗീയ അനുഭവങ്ങളെ പങ്കുവയ്പാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നല്ല കാര്യാദികളെ ചെയ്ത് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന ആ യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ. ഇപ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇപ്പൊ മാനസാന്തരം കൊണ്ട് ഇന്ന് മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാത്തവർ, വാത്സല്യം ഇല്ലാത്തവർ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ മൃഗതുല്യമായ ജീവിതം നയിക്കപ്പെടുമ്പോൾ മനുഷ്യ നല്ലത് എന്ത് എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിന്റെ ദൈവത്തിൽ താഴ്മയോടെ നടക്കുവാനും ദൈവതാൽപര്യമായിരിക്കുവാനും അല്ലാതെ യഹോവയായ ഞാൻ എന്താകുന്നു നിന്നോട് ചോദിക്കുന്നത് മിക 6:8 പറയപ്പെടുന്നു. അപ്പൊ ദൈവം ഓരോ ഘട്ടങ്ങളിലും മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ നല്ല പ്രവൃത്തി ചെയ്യുക, സാക്ഷാൽ ദൈവത്തെ കണ്ടെത്തുക, ദൈവമുഖം അന്വേഷിക്കുക, ദൈവീയ ഉപദേശം കൈക്കൊള്ളുക എന്നതാണ് ഇതിന്റെ കാര്യങ്ങൾ. വിശുദ്ധ വേദപുസ്തകം മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനിക്ക് ഒരു കുടുംബത്തെ സ്നേഹിക്കുവാനോ ഒരു കുടുംബത്തിൽ അവരെ പരിപാലിക്കുവാനോ നല്ല രീതിയിൽ മക്കളെ വളർത്തുവാനോ അവൻ എത്ര അധ്വാനിച്ചാലും കൂലിക്കാരൻ കൂലി വാങ്ങി ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ ഇട്ടേച്ചെടുക്കുവാൻ കഴിയാത്തതിൽ അവൻ അധ്വാനിക്കുന്നതിൽ അവൻ പരിശ്രമിക്കുന്നതിൽ ഒരു കുറവുമില്ല. പക്ഷേയോ ഇവന്റെ പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് ഒരു നിക്ഷേപവും അവന് കണ്ടെത്താൻ കഴിയുന്നില്ല. വളരെ ശൂന്യമായതാണ്, വളരെ തകർന്ന ഒരു അനുഭവത്തെയാണ്
നോക്കുക, മദ്യപാനികളിൽ അവരുടേതായ പ്രേരിതമല്ല, മദ്യത്തിൻ്റെതായ ഒരു വ്യാപാര ഒരു ശക്തി അവന്റെ മേൽ വ്യാപരിക്കുവാനിടയുണ്ട്. അവനെ സ്വബോധമില്ലാത്തവനായി മറ്റുള്ളവരുടെ മുമ്പാകെ അത് പ്രത്യേകമായ ഒരു കാഴ്ചക്കാരനാക്കി മാറ്റുന്ന അനുഭവം. അപ്പൊ മദ്യപാനി സമ്പത്തുണ്ടാക്കുവാൻ അവന് കഴിയത്തില്ല, അവന്റെ തലമുറയ്ക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയത്തില്ല. ലഹരിയുടെ ആസന്നത്തിൽ രാത്രിയൊന്ന് പകലൊന്ന് വ്യത്യസ്തമില്ലാതെ ആരെയും എന്നും വിളിച്ചു പറയുന്ന ഒരു പരിഹാസിയായിട്ട് മദ്യപാനി മാറുകയാണ്. അതിലൂടെ അവൻ മനസ്സിലാക്കേണ്ടത് അവന്റെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം അപമാനം ഏൽക്കപ്പെടുന്നു, അവന്റെ ഭാര്യ എന്തെല്ലാം ത്യാഗം സഹിക്കപ്പെടുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതായി ഉണ്ട്. അപ്പൊ മദ്യപാനിയുടെ ജീവിതത്തിനകത്ത് ദൈവം ദൈവ വചനത്തിലൂടെ ഓർപ്പിക്കുന്നത് മദ്യം വിട്ട് എത്രയോ പേർ നല്ല ജീവിതം നയിച്ച് നല്ല മാതൃക അനുഭവസ്ഥരായി മാറുന്നതായി കാണുവാൻ കഴിയുന്നു. മാനസാന്തരത്തിന്റെ അനുഭവമെന്ന് മദ്യത്തിന്റെ ലഹരി പദാർത്ഥങ്ങളുടേതായ അനുഭവത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ട് നല്ല സാക്ഷ്യം കൊണ്ടവരായി ദേശത്തെ സമൂഹത്തിന് പ്രയോജനമുള്ളതായി നല്ല ഭവനങ്ങൾ, നല്ല സ്ഥലങ്ങൾ വാങ്ങി, നല്ല മക്കളെ വിദ്യാഭ്യാസം, നല്ല ഭാവികളിലേക്ക് മക്കളെ അയച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന അനവധിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെയൊരു ദേശത്ത് നടുവിൽ ഏർപ്പെടുമ്പോൾ എന്താണ് ഓരോ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. ഇതൊരു മതപരിവർത്തനമല്ല, മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അവരെ രൂപാന്തരം വരുത്തുന്നത്, അതായത് വിശുദ്ധ ജീവിതത്തിനകത്ത് എതിരായി ഇന്ന് നമ്മുടെ സമൂഹത്തിലും സ്കൂൾ പരിസരങ്ങളിലും നമ്മുടെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ലഹരി മാഫിയകളും കൊണ്ട് അത് നമ്മുടെ കേരളത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോ കഞ്ചാവുകളും അതുപോലെ തന്നെ മറ്റു ലഹരി വസ്തുക്കളും അത് മനുഷ്യരെ തകർക്കുന്നതും സ്കൂൾ പരിസര മേഖലയിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ യൗവനത്തെ തകർക്കുന്നതും അവരുടെ ചാരിത്ര ദൃഷ്ടി നഷ്ടപ്പെടുത്തുന്നതുമായ ലഹരി പദാർത്ഥങ്ങളുടെ കടന്നുകയറ്റമാണ് ഉണ്ടാകുന്നത്. അതിനെതിരെയായാണ് സുവിശേഷത്തിന്റെ സന്ദേശം അയക്കുന്നത്. അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യൻ മനുഷ്യനായി മാറണമെന്നുള്ളതായ ഏക ദൗത്യമാണ് ഈ വൈകുന്നേര സമയത്ത് നിങ്ങളോട് ഇന്നേ ദിവസം ഓർപ്പിക്കുവാനുള്ളത്. അതിനുവേണ്ടി മനുഷ്യൻ മനുഷ്യനായി ജീവിച്ച് ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ലഹരി പദാർത്ഥങ്ങളെ തോറ്റുവാൻ നാം തയ്യാറുള്ളവരായിട്ട് മാറണം. നമ്മൾ ചോദിക്കും, ഞാൻ മദ്യപിക്കുന്നില്ല. വേണ്ട, നിങ്ങളുടെ കൈകളിൽ വളർന്ന കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അത് നിങ്ങൾ അറിയാത്ത ലഹരികൾക്ക് അവർ അടിമകളാകുന്നു. നിങ്ങൾ സഹിക്കുവാൻ പറ്റുമോ? ഒരു മകനോ മകളോ അത് ഏറിയ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 കുഞ്ഞുങ്ങളിൽ ഏക പ്രതീക്ഷ വെച്ച് മാതാപിതാക്കൾ കഷ്ടതയോടെ പഠിപ്പിക്കുമ്പോൾ അവർ ലഹരി പദാർത്ഥങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ ഒരമ്മയ്ക്ക് സഹിക്കുവാൻ കഴിയുമോ? ഒരപ്പന് സഹിക്കുവാൻ കഴിയുമോ? കൂടപ്പിറപ്പുകൾക്ക് സഹിക്കുവാൻ കഴിയുമോ? എത്രയോ പേർ ജീവൻ ലഹരിയുടെ ആ അനുഭവത്തിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യേശു മുന്നമേ പറഞ്ഞത് മനുഷ്യനായി മടങ്ങി പറയണം. അന്ന് മടങ്ങി വരേണ്ടതായ ദൗത്യമെന്ന് പറയുന്നത് വെള്ളിയോ പൊന്നോ വിലയേറിയ വസ്തുക്കളോ അല്ല. അവൻ ഹൃദയം കൊണ്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തി ദോഷങ്ങൾ തെറ്റാണെന്ന് അനുദവിക്കുവാൻ ഒരു മനുഷ്യന് തയ്യാറായി കഴിഞ്ഞാൽ അവന്റെ തെറ്റുകളെ മായ്ച്ചു കളയുവാൻ സർവശക്തന ദൈവത്തിന് കഴിയും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോ നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ പരമയാഗം ഗാൽഗോത്താൽ ഭോഗപ്പെട്ടത് അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ ആ പരമയാഗം അത് പാപമറിയാത്തവൻ പാപം, അത് പാപമില്ലാത്തവൻ പാപമര ക്രൂശിൽ യാഗമായി തീർന്നത് അത് എന്തിന് ഇത്രയും കഷ്ടങ്ങൾ സഹിച്ചു? മനുഷ്യനെ വീണ്ടെടുക്കുവാൻ. മനുഷ്യൻ സാത്താന്റെ ആധിപത്യത്തിൽ അവന്റെ അടിമത്തത്തിൽ ഇരുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിന്റേതായ പരമയാഗം, ആ ക്രൂശീകരണം എന്തിനു വേണ്ടിയെന്ന്, അത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടെന്ന് ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ രക്ഷിതാവ് വീണ്ടെടുപ്പുകാരണമെന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപമോചനമെന്ന് വീണ്ടെടുപ്പ് കൊണ്ട് എത്ര കൊലപാതകം, എത്രയോ അത് നോക്കുമ്പോൾ ജയിലറകളില് അതേ കൊലപാതക കുറ്റത്തിനും മറ്റു മോഷണക്കേസിനും വെളിച്ചുവയ്ക്കാസിനും ഒക്കെ ആയിരുന്നു എത്രയോ മദ്യപാനികൾ, അത് എത്രയോ അക്രമശ്രദ്ധരായിരുന്ന മനുഷ്യർ ആ ശിക്ഷിക്കപ്പെട്ട കിടന്ന വേലകളിൽ സുവിശേഷം അവരെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റി എന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ
അവരുടെ കുടുംബം ആ ഒരു തെറ്റ് തിരുത്തുവാൻ പശ്ചാത്തലം അവരുടെ ഹൃദയത്തിലുണ്ടായപ്പോൾ അവർ മനുഷ്യ സ്നേഹികളായി. അത് നരഭോജികളായിരുന്ന മനുഷ്യർ മനുഷ്യ സ്നേഹികളായി മാറി. വിദ്യാഭ്യാസമില്ലാതിരുന്നവർ വിദ്യാഭ്യാസം കണ്ടെത്തുവാൻ കാരണമായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം അനവധി പേരെ രൂപാന്തരപ്പെടുത്തി. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും മനുഷ്യരായി ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ളവരായി നമ്മുടെ സമൂഹത്തിനകത്ത് തലമുറകൾ അക്ഷരാഭ്യാസമുള്ളവരെ വളർത്തിയെടുക്കുവാൻ മുഖാന്തരമായിരിക്കുന്നു എങ്കിൽ അത് ആ യേശു ആരാണ്? ദരിദ്രരോട് സുവിശേഷം അറിയിച്ചവൻ, പാപികളെ സ്നേഹിച്ചവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ, ഒരിക്കലായി മാനവരാശിക്ക് വേണ്ടി മാനവരാശിക്ക് വേണ്ടിയിട്ട് കാൽവേത്തായി പരമയാഗമായി തീർന്നവൻ. അതേ സ്വർഗീയ മഹിമകൾ വെളിഞ്ഞ് താഴെ ഭൂമണ്ഡലത്തിൽ മേൽ വന്നു മനുഷ്യരായി പിറന്നു. മനുഷ്യരാശി മാതാപിതാക്കൾക്ക് വിധേയത്വമുള്ളവനായി. അതെ, 30-ാം വയസ്സിൽ അയനോരിൽ യോഹന്നാനാൽ സ്നാനമേൽക്കപ്പെട്ട് യോർദാനിൽ അവിടെ നിന്ന് ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. 40 രാവും പകലും ഉപവസിച്ചു. അതെ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ഇടയായിത്തീർന്നു. അത്ഭുതങ്ങൾ ചെയ്തു, മറക്കലുകൾ ചെയ്തു. എന്നാൽ കൂടുതലായി കാണേ കയ്യഫാനാലും ഹന്നാവിനാലും വിസ്തരിക്കപ്പെട്ടു, പീലാത്തോസിനാൽ വിധിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ മുൻപാകെ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്റെ രക്ഷിതാവാണെന്ന്, എന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, എന്റെ പാപത്തിന് പരിഹാരം തരുന്നവരാണ് എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ ഈ വൈകിയ സമയത്ത് നിങ്ങൾക്ക് പാപബോധന ആ ക്രിസ്തുവിലൂടെ നൽകുവാൻ നിങ്ങൾ ഇടയായിത്തീരുന്നു. ഞങ്ങൾ അത് ക്രോസിന്റെ വചനം നശിച്ചു പോകുന്ന മോക്ഷത്തോ രക്ഷിക്കപ്പെടാൻ നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രോസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. പ്രിയമുള്ളവരെ, മതപരിവർത്തനമല്ല, ഒരു മനുഷ്യന്റെ ഹൃദയ പരിവർത്തനത്തെ കുറിച്ചാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അമ്മയപ്പന്മാരെ സ്നേഹിക്കുക. എത്രയോ അമ്മയപ്പന്മാർ തങ്ങളുടെ മക്കൾ ജോലിക്ക് പോയിരിക്കുന്നു മടങ്ങി വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങളായി അത് വേണ്ടാത്തത് സംസാരിച്ചും ആഹാരങ്ങൾ വലിച്ചെറിഞ്ഞും കുടുംബത്തിൽ സമാധാനം പേടിച്ച് പറയലോട് ഇരിക്കപ്പെടുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയ തലമുറകളെ, സഹോദരങ്ങളെ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാർ ഇന്ന് രാത്രിയെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസമെങ്കിലും സ്വസ്ഥതയോടെ നിങ്ങളുടേതായ മടങ്ങുവരവിന്റെ മുമ്പാകെ അവർ വിശ്രമിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ. നിങ്ങൾ താണെന്ന് ഇറങ്ങി വന്നാൽ അതാണ് സറണ്ടർ. അതേ, കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരവസരം എനിക്ക് തരണമേ. ഈ ഭൂമണ്ഡലത്തിൽ എന്റെ ആയുസ് ഈ ശരീരത്തിൽ എന്റെ പ്രാണൻ വിട്ടുപോകുന്നതിന് മുമ്പേ ഞാൻ നല്ലൊരു മനുഷ്യരായി ജീവിപ്പാ എനിക്കൊരവസരം തരണമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദേശത്തിലെ സമൂഹത്തില് ആരാണ് തയ്യാറാകുന്നത്? നിങ്ങളുടേതായ ഏതവസ്ഥയ്ക്കും വ്യത്യാസം വരുത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. എന്ന പകൽക്കാലം ഈ വൈകിയ സമയത്ത് നിങ്ങൾ മടങ്ങി വരുവൻ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജനനവും മരണവും ഉള്ളതുപോലെ ഒരു ന്യായവിധി മനുഷ്യനായി നിയമിച്ചിരിക്കുന്നു. ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ. നിങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് കരയുവിൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആകാത്ത വഴികളിൽ ആയി പോകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വേണ്ടാത്ത വാക്കുകൾ മറ്റുള്ളവരുടെ കേട്ട് അതവിടെ ചെവികളിലേക്ക് തറയ്ക്കുവാൻ മദ്യപാനികളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും വേണ്ടാത്തതായ അത് മോശപരമായ വാക്കുകൾ കേൾക്കാൻ ഇടവരുത്തരുത് എന്ന് ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുക. അത് ആ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ ചെയ്യും. ഞാൻ ഈ ദേശത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അധികം ദീർഘമായി മുൻപോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടും വളരെ കരുതലോടും ഈ ദേശത്തായിരുന്നു കൊണ്ട് വീക്ഷിപ്പാൻ നിങ്ങൾ ഓരോരുത്തരും ഇടയായി. എനിക്കറിയാം നിങ്ങൾ ആ സ്നേഹനിധിയിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഈ പ്രസ്താവിക്കുന്ന ഈ വചന സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് സത്യമാണ്. മദ്യവും ലഹരിയും അത് മനുഷ്യൻ കുടിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല. മദ്യത്തെ, ലഹരിയെ, പാപജീവിതത്തെ ഉപേക്ഷിച്ച് അതിൽ നിന്നും മനുഷ്യൻ നേരായി കടന്നു വരണമെന്ന് മനുഷ്യന് മാനസാന്തരത്തിന്റെ സന്ദേശം നൽകി അവനെ മടക്കി വരുത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചും ദൈവപുത്രനെ കുറിച്ചും ദേശത്തിന് നടുവിൽ ഘോഷിപ്പിക്കുന്നു.
നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ അവരെ നശിച്ചു പോകുന്നവര്, അത് ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. അതെ, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ഇതൊരു പോഷത്വത്തിന്റെ അനുഭവമല്ല. നിങ്ങളുടേതായ വീട്ടുമുന്നിൽ കവലകളിൽ ട്രാക്ടറുകളായി അത് ഇതുപോലുള്ള സന്ദേശങ്ങളെ വിളിച്ചുണർത്തിക്കുമ്പോൾ ഒരു ന്യായവിധി നിങ്ങളുടെ മുൻപിൽ ഉണ്ട്. കാലം തികഞ്ഞു, കാലം തികഞ്ഞു, കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളോ ഇപ്പോൾ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അപ്പോൾ 17:30 കാണാൻ കഴിയുന്നു. നിങ്ങൾ വിശ്വസിക്കുകയോ സ്നാനമേൽക്കുകയോ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനം എന്ന് പറയുന്നത് ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടല്ല, ക്രിസ്തുവിനോട് ചേരുവാനായിട്ടുള്ള ഒന്നത്രേ. അതെ, നിങ്ങളുടേതായ മുന്നിൽ ഉണർത്തിക്കുന്നത്. അതെ, പാപജീവിതത്തെ കുഴിപ്പിച്ചിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായ പാപത്തെ കുഴിച്ചിടുന്ന ഒരു സന്ദേശത്തെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ബൈബിളിന്റെ സത്യവേദ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെതായ അതേ കൽപ്പനകൾ എന്റെ ജീവിതത്തിനകത്ത് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റണം എന്നുള്ളത്, അതേ അനുഭവത്തെ വിളിച്ചുണർത്തിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ ദേശത്തെ അനുഗ്രഹിച്ചാട്ടെ, ഈ സമൂഹത്തെ അനുഗ്രഹിച്ചാട്ടെ, ഈ ദേശത്തിലെ സന്ദേശം കേട്ട ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ ക്ഷീണമായി കിടക്കുന്നവരെ ദൈവം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തമെന്നുള്ള ഈ മിനിസ്ട്രിയിലൂടെ ഈ ദേശ നടുവിലൂടെ അനവധിയവർക്ക് പ്രയോജനപ്പെടുക.